എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് +2 മലയാളം പാഠപുസ്തകത്തിലെ മാധ്യമം എന്ന അവസാനത്തെ യൂണിറ്റിലെ മൂന്നാമത്തെ പാഠഭാഗമായിട്ടുള്ള നവമാധ്യമങ്ങൾ ശക്തിയും സാധ്യതയും ഇതിനെക്കുറിച്ചിട്ടാണ് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഈ ലേഖനം എഴുതിയിരിക്കുന്നത് വി.കെ. ആദർശാണ്. ഈ പാഠഭാഗത്തിൻ്റെ സമ്മറി ജസ്റ്റ് നിങ്ങൾക്ക് ഈ ഒരു ടെക്സ്റ്റ് വായിച്ചാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്യാനും മറക്കരുത്. വേറെ ഏതെങ്കിലും ഭാഗങ്ങൾ ഏതെങ്കിലും വിഷയങ്ങളിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇനി നമുക്ക് ഈ പാഠഭാഗത്ത് നിന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും ചർച്ച ചെയ്യാം. ചോദ്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ഈ ഒരു പാഠഭാഗം മെയിൻലി എന്താണ് നമ്മളോട് പറയുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ലേഖനത്തിൽ വി.കെ. ആദർശ് എന്താണ് എഴുതിയിരിക്കുന്നത് എന്ന് നമുക്ക് ആദ്യം നോക്കാം. ഡിജിറ്റൽ മാധ്യമങ്ങൾ, വെബ്സൈറ്റുകൾ, ബ്ലോഗുകൾ, സോഷ്യൽ മീഡിയ തുടങ്ങിയവയുടെ സ്വഭാവവും അതിൻ്റെ സാധ്യതകളും നമ്മുടെ ഭാഷയിലും സംസ്കാരത്തിലും അത് ചെലുത്തുന്ന സ്വാധീനവും എന്തൊക്കെയാണ് എന്നാണ് ഇതിൽ ചിത്രീകരിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം. നവമാധ്യമങ്ങൾ, അർത്ഥവും നിർവചനവുമാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. നവമാധ്യമങ്ങൾ എന്നത് ഡിജിറ്റൽ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന പുതിയ തലമുറയുടെ മാധ്യമങ്ങളാണ്. ഉദാഹരണം ഇൻ്റർനെറ്റ്, അതുപോലെ സോഷ്യൽ മീഡിയ, ബ്ലോഗുകൾ, ഓൺലൈൻ വാർത്താ പോർട്ടലുകൾ, അതുപോലെ യൂട്യൂബ്, വാട്സാപ്പ്, ഇൻസ്റ്റഗ്രാം ഇവയൊക്കെയാണ് അതിലുൾപ്പെടുന്നത്. അതുപോലെ തന്നെ മുമ്പുണ്ടായിരുന്ന പത്രം, റേഡിയോ, TV ഇവയൊക്കെ പരമ്പരാഗത മാധ്യമങ്ങളായിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞതൊക്കെയാണ് നവമാധ്യമങ്ങൾ. ഇനി നമ്മുടെ രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് പരമ്പരാഗത മാധ്യമങ്ങളും നവമാധ്യമങ്ങളും തമ്മിലുള്ള വ്യത്യാസമാണ്. ആദ്യം നമുക്ക് പരമ്പരാഗത മാധ്യമങ്ങളെ കുറിച്ചിട്ട് പറയാം. ഒരു വഴിയുള്ള ആശയവിനിമയം, അതുപോലെ തന്നെ കുറച്ച് ആളുകൾക്ക് മാത്രം സംസാരിക്കാൻ കഴിയുന്നതായിരുന്നു പരമ്പരാഗത മാധ്യമങ്ങൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പരമ്പരാഗത മാധ്യമങ്ങൾ ചെയ്യുന്ന സമയത്ത് ഒരുപാട് സമയം ആവശ്യമുണ്ടായിരുന്നു. അതുപോലെ നിരീക്ഷണം വളരെ കുറവായിരുന്നു. ഇനി നമുക്ക് നവമാധ്യമങ്ങളുടേത് നോക്കാം. ഇരുവഴിയുള്ള ആശയവിനിമയമായിരുന്നു അവർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്, അതായത് നവമാധ്യമങ്ങൾ. എല്ലാവർക്കും അഭിപ്രായം പറയാൻ പറ്റുമായിരുന്നു. അതുപോലെ തന്നെ വിവരങ്ങളൊക്കെ ഉടൻ ലഭിക്കുമായിരുന്നു. അതുപോലെ തന്നെ ഇടപെടലും കൂടുതലായിരുന്നു. അതുപോലെ തന്നെ പറയുന്നുണ്ട് നവമാധ്യമങ്ങൾ ജനാധിപത്യ സ്വഭാവമുള്ള ആയിരുന്നു. ഇനി നമുക്ക് ഡിജിറ്റൽ സമൂഹം, അതായത് വെബ് 2.0 എന്താണെന്ന് നോക്കാം. വെബ് 2.0 എന്നത് ഉപയോക്താവിനും ഉള്ളടക്കം സൃഷ്ടിക്കാനുള്ള അവസരം നൽകുന്ന ഇൻ്റർനെറ്റ് കാലഘട്ടമാണ്. അതായത് മുമ്പ് എങ്ങനെയായിരുന്നു, വെറും ഒരു വായനയായിരുന്നു. ഇപ്പോഴാണെങ്കിലോ നമുക്ക് എഴുതാം, വീഡിയോ ചെയ്യാം, നമ്മുടെ അഭിപ്രായങ്ങൾ പറയാം, ഒക്കെ ചെയ്യാം അല്ലേ. അപ്പം ഇതുവഴി ഡിജിറ്റൽ സമൂഹം, അതായത് ഡിജിറ്റൽ സൊസൈറ്റി രൂപപ്പെട്ടു എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് നവമാധ്യമങ്ങളുടെ സാമൂഹിക ശക്തി എന്ന നിലയിൽ ഒരു ഉത്തരം നോക്കാം. നവമാധ്യമങ്ങൾ സമൂഹത്തിൽ അഭിപ്രായ സ്വാതന്ത്ര്യം നൽകുന്നുണ്ട് അല്ലേ. അതുപോലെ തന്നെ അധികാരത്തെ ചോദ്യം ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. അതുപോലെ ജനകീയ പ്രശ്നങ്ങൾ പുറത്തെത്തുകയും പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കാൻ വഴിയൊരുക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നവമാധ്യമങ്ങൾ ഒരു ശക്തമായ സാമൂഹിക ആയുധം കൂടിയാണ്. ഇനി നമുക്ക് നവമാധ്യമങ്ങളും ഭാഷയും എന്ന വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാം. നവമാധ്യമങ്ങൾ ഭാഷയിൽ വലിയ മാറ്റങ്ങളാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അല്ലേ. ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ചുരുക്കെഴുത്തുകൾ, OKയുടെ സ്പെല്ലിംഗ് എന്താണ്, OKAY അല്ലേ. അത് നമ്മൾ ഷോർട്ടാക്കിയിട്ട് OK ആക്കി. അതുപോലെ തന്നെ നമ്മൾ ബ്രോ, ലോൽ എന്നീ വാക്കുകളൊക്കെ അങ്ങനെ യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഇംഗ്ലീഷും മലയാളവും ചേർന്ന ഭാഷകൾ, നമ്മളതിനെ മംഗ്ലീഷ് എന്നൊക്കെ പറയും. അതുപോലെ ഇമോജീസ്, സ്റ്റിക്കേഴ്സ് ഇതൊക്കെ നവമാധ്യമങ്ങളുടെ ഒരു കണ്ടുപിടുത്തമാണ്. ഇത് ഭാഷയുടെ സൗകര്യവും ലാളിത്യവും വർദ്ധിപ്പിച്ചു. പക്ഷെ ശുദ്ധി കുറയുന്ന പ്രശ്നവും ഉണ്ടായിരുന്നു. അതായത് നമ്മളിങ്ങനെ ഒരുപാട് ഷോർട്സ് യൂസ് ചെയ്യുമ്പം, ഷോർട്ടായിട്ടുള്ള കാര്യങ്ങളും ഇമോജീസൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് അതിനൊരു വിശദീകരണം നമുക്ക് നൽകാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് മലയാളവും നവമാധ്യമങ്ങളുമാണ്. അതായത് നവമാധ്യമങ്ങൾ മലയാളവുമായിട്ട് എന്തൊക്കെ ലിങ്കേജസ് ഉണ്ടാക്കി എന്നാണ് പറയുന്നത്.
അതായത് ഒരുപാട് മലയാള ബ്ലോഗുകൾ വളർന്നു അല്ലേ? അങ്ങനെയുള്ളൊരു ബ്ലോഗാണ് കേട്ടോ ഇപ്പം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന നവമാധ്യമങ്ങൾ ശക്തിയും സാധ്യതയും എന്നുള്ളത്. ഇതൊരു ബ്ലോഗാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ? ഓക്കെ. മറ്റൊന്നാണ് മലയാളം യൂട്യൂബ് ചാനലുകൾ വർദ്ധിച്ചു. നമ്മൾക്ക് എത്രത്തോളം കാണാൻ കഴിയുമല്ലേ മലയാളം യൂട്യൂബ് ചാനലുകൾ? ഒരുപാട് ഭാഷയിലുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ നോക്കുന്നത് നവമാധ്യമങ്ങൾ മലയാളവുമായിട്ടുള്ള ഒരു ലിങ്കാണ്. അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരുപാട് ഓൺലൈൻ ചാനലുകൾ, യൂട്യൂബ് ചാനലുകൾ വർദ്ധിച്ചു. അപ്പം എൻ്റർടൈൻമെൻറ്റ്, എഡ്യൂക്കേഷൻ, അത് അങ്ങനെ അങ്ങനെ ഒരുപാട് വളർന്നു. ഇനി വേറൊന്നാണ് ഓൺലൈൻ കവിതകളും കഥകളും സജീവമായി. ഇതുകൊണ്ടൊക്കെ മലയാള ഭാഷയ്ക്ക് ഒരു പുതിയ ജനപ്രീതി ലഭിച്ചു എന്നാണ് പറയുന്നത്. അതായത് നവമാധ്യമങ്ങൾ മലയാളവുമായിട്ട് ലിങ്ക് ചെയ്തപ്പം മലയാളത്തിന് അല്ലെങ്കിൽ മലയാള ഭാഷയ്ക്ക് ഒരു പുതിയ ജനപ്രീതി ലഭിച്ചു എന്നാണ് പറയുന്നത്. അതായത് കുറേ ആളുകൾ മലയാളത്തിലേക്ക് ആകർഷിക്കൊണ്ട് വന്നു എന്നൊക്കെയാണ് പറയുന്നത്. അടുത്ത നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് നവമാധ്യമങ്ങളുടെ സാധ്യതകളാണ്. ഇത് എന്തായാലും 4 മാർക്കിനോ 5 മാർക്കിനോ വരുന്നതായിരിക്കും. ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് അറിവ് എളുപ്പത്തിൽ ലഭിക്കുന്നു, തൊഴിലവസരങ്ങൾ ലഭിക്കുന്നു, പഠനം ഓൺലൈനായി, ലോകവുമായി നേരിട്ടുള്ള ബന്ധം, സൃഷ്ടിപരിധിക്ക് വലിയ വേദി. ഇതാണ് നവമാധ്യമങ്ങളുടെ സാധ്യത, അതായത് പോസിബിലിറ്റി. അടുത്തത് നമ്മൾ പറയാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് നവമാധ്യമങ്ങളുടെ അപകടങ്ങളാണ്. അതായത് ഫേക്ക് ന്യൂസ് ഉണ്ടാക്കുക, വ്യാജ വാർത്ത, സൈബർ കുറ്റകൃത്യങ്ങൾ, സ്വകാര്യത നഷ്ടപ്പെടുത്തൽ, ലഹരിയായി മാറുന്ന സോഷ്യൽ മീഡിയ, അതുപോലെ കുട്ടികളുടെ മാനസിക പ്രശ്നങ്ങൾ, ഇതൊക്കെയാണ്. അപ്പം നവമാധ്യമങ്ങൾ നമുക്ക് ഒരുപാട് ഉപകാരങ്ങൾ തരും, ഒരുപാട് സാധ്യതകളും തരുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരുപാട് അപകടങ്ങളും ഉണ്ട്. അപ്പോൾ നമ്മൾ നവമാധ്യമങ്ങൾ എന്ത് ചെയ്യണം? ശ്രദ്ധയോടെ ഉപയോഗിക്കണം. നമ്മളോട് നവമാധ്യമങ്ങളുടെ സാധ്യതയും അപകടങ്ങളും ചർച്ച ചെയ്യുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് 4 മാർക്കിനോ 5 മാർക്കിനോ ക്വസ്റ്റ്യൻ വരും. അപ്പം ഇതൊക്കെ നന്നായിട്ട് പഠിച്ചു വെക്കാം. ഇനി അടുത്തത് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് മാധ്യമ വിമർശനം, മീഡിയ ക്രിറ്റിസിസം. ഇതിനെക്കുറിച്ചിട്ട് ഇത്രയേ ഉള്ളൂ. നവമാധ്യമങ്ങളെ അന്ധമായി വിശ്വസിക്കരുത്, എല്ലാം സത്യമാണെന്ന് കരുതരുത്, പരിശോധിച്ച് മാത്രം സ്വീകരിക്കണം. ഇതൊക്കെയാണ് മാധ്യമ വിമർശനം എന്ന് പറയുന്നത്. നമുക്ക് അറിയുന്ന കാര്യങ്ങളാണല്ലേ. നമ്മൾ എന്തായാലും നമുക്ക് എനി ഇൻഫോർമേഷൻ എവിടെ നിന്ന് കിട്ടുകയാണെങ്കിലും നമ്മളത് പരിശോധിച്ചിട്ട് മാത്രമേ അതിനെ സ്വീകരിക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ എല്ലാം സത്യമാണെന്ന് കരുതരുത്. ഒരുപാട് ഫേക്ക് ന്യൂസുകൾ നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ കേൾക്കാറുണ്ട് അല്ലേ? നമ്മളത് ഒരുപാട് പേർക്ക് ഷെയർ ചെയ്തതിന് ശേഷമായിരിക്കും നമ്മൾ പിന്നെ അത് അറിയുക അത് ഫേക്ക് ന്യൂസ് ആണെന്നുള്ളത്. അപ്പം ആ സമയത്ത് നമ്മൾ ഷെയർ ചെയ്തവരും വേറെ ആർക്കെങ്കിലും ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിലോ ആകെ ഗുലുമാലാവും അല്ലേ? അപ്പം നമ്മളൊരു കാര്യം ഉറപ്പാണ് എന്നറിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ? അത് വേറൊരാളിലേക്ക് ഫോർവേഡ് ചെയ്യാൻ പാടുള്ളൂ. അടുത്ത നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് നവമാധ്യമങ്ങളുടെ ഭാവിയാണ്. നവമാധ്യമങ്ങളുടെ ഭാവി എന്ന് പറയുന്നത് 2 പോസിറ്റീവും ഉണ്ട്, ഒരു നെഗറ്റീവും ഉണ്ട്. പോസിറ്റീവ് എന്ന് പറയുന്നത് നവമാധ്യമങ്ങൾക്ക് ഭാവിയിൽ വലിയ ശക്തി ഉണ്ടാവും, വലിയ സാധ്യതയുണ്ടാവും. അതിൻ്റെ ഒരു നെഗറ്റീവ് പറയുകയാണെങ്കിൽ അത് വലിയ അപകടവും ഉണ്ടാക്കും. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? അവയെ ബോധപൂർവം ഉപയോഗിക്കുക. എന്നാൽ മാത്രമേ സമൂഹത്തിന് അത് ഗുണകരമാകൂ. നമ്മൾ തോന്നിയ പോലെ ഉപയോഗിച്ച് എന്തെങ്കിലും അപകടമായാൽ നവമാധ്യമങ്ങളുടെ ആ ഒരു നെഗറ്റീവ് നമുക്ക് കിട്ടും. പക്ഷെ നമ്മൾ പോസിറ്റീവ് രീതിയിൽ ഉപയോഗിച്ചാൽ മാധ്യമങ്ങൾ നല്ലതാണ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത്രയേ ഉള്ളൂ പാഠഭാഗം. നമ്മൾ ഈ ഒരു പാഠഭാഗത്തിൻ്റെ സെൻറ്റൻസുകളോ പാരഗ്രാഫുകളോ ലൈൻ ബൈ ലൈൻസോ എടുക്കാതെ നമ്മൾ ഈ ഒരു പാഠഭാഗത്തിൻ്റെ ഓവറോൾ ക്വസ്റ്റ്യൻസ് ആണ് ഓവറോൾ സമ്മറി ആണ് നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. പ്രധാനപ്പെട്ട ഓരോ കാര്യങ്ങളും എടുത്തെടുത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ വേറൊരു വീഡിയോ സെയിം ചാപ്റ്ററിൻ്റെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതിലുണ്ടാവുക കറക്റ്റ് 2 മാർക്ക് 4 മാർക്ക് 6 മാർക്ക് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതായത് ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ പോലെ, പ്രീവിയസ് ഇയർ അല്ല, ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ പോലെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസേഴ്സും ഞാൻ നെക്സ്റ്റ് പാർട്ടായിട്ട് ഇതേ ചാപ്റ്ററിൻ്റെ തന്നെ അപ്ലോഡ് ചെയ്യും. അതെല്ലാവരും കാണുക. എന്നിട്ട് അതിലുള്ള ചോദ്യങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഭാഷയിൽ പഠിച്ചു വെക്കാൻ ഞാൻ എന്തായാലും ക്വസ്റ്റ്യൻസിൻ്റെ കൂടെ ആൻസേഴ്സും അപ്ലോഡ് ചെയ്യും. പക്ഷെ നിങ്ങൾ അതെല്ലാം ഒന്ന് ലിങ്ക് ചെയ്തിട്ട് അതെല്ലാം ഒന്ന് എലാബറേറ്റ് ചെയ്തിട്ട് നിങ്ങളുടേതായിട്ടുള്ള വേർഡ്സിൽ പഠിക്കുമ്പം എക്സാമിന് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. പിന്നെ മീഡിയാസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളോട് ജനറലായിട്ട് എന്ത് ചോദിച്ചാലും നമുക്ക് എഴുതാൻ പറ്റും അല്ലേ? കാരണം നമ്മളെല്ലാവരും നവമാധ്യമങ്ങൾ, അതായത് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ആളുകളാണ്. അപ്പം നമുക്ക് എല്ലാവർക്കും അതിനെക്കുറിച്ചിട്ട് ബ്രീഫായിട്ട് എഴുതാൻ കഴിയും. അപ്പോൾ എല്ലാവരും ഈ ക്ലാസ് കേൾക്കുക. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇനി അപ്ലോഡ് ചെയ്യാൻ പോകുന്ന
ക്വസ്റ്റ്യൻ ആൻസേഴ്സും മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും ഒന്ന് നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും വിഷയങ്ങളിൽ ഏതെങ്കിലും ഭാഗങ്ങൾ ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞാൻ ഉറപ്പായിട്ടും വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇനി നമുക്ക് ഈ ഒരു +2 മലയാളത്തിൽ ആകെ അപ്ലോഡ് ചെയ്യാനുള്ളത് അടുത്ത പാഠവും പിന്നെ ഈ ഒരു ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സുമാണ്. അപ്പോൾ അത് ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതെല്ലാവരും കാണാം.